നമസ്കാരം. 2023 വിതരണം ചെയ്ത സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ വ്യക്തിയായിരുന്നു അലൻസിയർ. അന്ന് ആ പ്രത്യേക ജൂറി പരാമർശത്തിനുള്ള പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് അലൻസിയർ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. അന്ന് അലൻസിയർ പറഞ്ഞത്, ഈ പെൺ പ്രതിമ നൽകി തന്നെ പ്രലോഭിപ്പിക്കരുത്, ആൺകരുത്തുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്നൊരു സ്ഥലത്ത് ആൺകരുത്തുള്ള പ്രതിമ നൽകണം എന്ന് തനിക്ക് ആ പുരസ്കാരം സ്വീകരിക്കാൻ സാധിക്കുന്നുവോ അന്ന് താൻ ഈ അഭിനയം നിർത്തും എന്നൊക്കെയായിരുന്നു അലൻസിയർ അന്ന് പറഞ്ഞത്. അത് അലൻസിയറുടെ സ്ത്രീവിരുദ്ധ കാഴ്ചപ്പാടാണ് എന്നൊക്കെ പറഞ്ഞാണ് പിന്നീട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഞാനിവിടെ പറയാൻ പോകുന്നത് അത്തരം വിവാദങ്ങളെക്കുറിച്ചൊന്നുമല്ല, ഈ പ്രതിമയെക്കുറിച്ചാണ്. ഈ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കൊടുക്കുന്ന ഈ പെൺ പ്രതിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ഈ വിവാദങ്ങളൊക്കെ നടന്ന സമയത്ത്, അലൻസിയറുടെ പരാമർശവും പിന്നീടുണ്ടായ വിവാദങ്ങളൊക്കെ നടന്ന സമയത്ത് ഈ പ്രതിമയുടെ പിന്നിലുള്ള കഥ, ചരിത്രം എന്താണെന്നൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. എങ്കിലും ഇന്ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തു എന്നൊന്നുമല്ല, ഈ പ്രതിമയുടെ പിന്നിലുള്ള ചരിത്രം എന്താണ് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ സർക്കാരിൻ്റെതായി ഒരു ചലച്ചിത്ര പുരസ്കാരം വിതരണം ചെയ്യുന്നത് 1970-ലാണ്. അതായത് 1969 പുറത്തിറങ്ങിയ സിനിമകളായിരുന്നു അന്ന് ഈ പുരസ്കാര നിർണയത്തിലൊക്കെ പരിഗണിച്ചിരുന്നത്. അന്ന് 1970 വിതരണം ചെയ്ത സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പട്ടിക എടുത്താൽ ഏറ്റവും മികച്ച സിനിമയായി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് കുമാരസംഭവമായിരുന്നു. മികച്ച സംവിധായകനായി എ വിൻസെൻറ്റും മികച്ച നടനായി സത്യനും മികച്ച നടിയായി ഷീലയെയും തിരഞ്ഞെടുത്തു. സത്യന് കടൽപ്പാലം എന്ന സിനിമയിലെ അഭിനയത്തിനായിരുന്നു സത്യന് പുരസ്കാരം ലഭിച്ചത്. കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷീലയ്ക്കും പുരസ്കാരം ലഭിച്ചു. അന്നത്തെ പുരസ്കാര ജേതാക്കൾക്ക് കൊടുത്തു തുടങ്ങിയതാണ് ഈ പെൺ പ്രതിമ. അതായത് 1970 സംസ്ഥാന സർക്കാർ ആദ്യമായി ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ച വേളയിൽ തന്നെയാണ് ഈ പ്രതിമ കൊടുത്തു തുടങ്ങിയത്. അന്ന് മുതൽ ഈ പ്രതിമ നിലവിലുണ്ട് എന്നർത്ഥം. അക്കാലത്ത് സിനിമയെ വ്യവസായമായി പരിഗണിച്ചുകൊണ്ട് അന്ന് വ്യവസായ വകുപ്പിന് കീഴിലായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമൊക്കെ വിതരണം ചെയ്തിരുന്നത്. അന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണനായിരുന്നു ഈ ചലച്ചിത്ര അവാർഡിനായുള്ള ശില്പം രൂപകൽപ്പന ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ടായിരുന്നത്. അതിന് പിന്നീട് അന്തിമ രൂപം നൽകിയത് പ്രമുഖ ശില്പിയായിരുന്ന MRD ദത്തനായിരുന്നു. എന്തുകൊണ്ടാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ചലച്ചിത്ര പുരസ്കാരത്തിലുള്ള ശില്പത്തെ ഇത്തരത്തിലുള്ള ഒരു പെൺ പ്രതിമയായി രൂപകൽപ്പന ചെയ്തത് എന്ന് അന്നും പിന്നീടുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1967 മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവൽ പുറത്തിറങ്ങിയത്. 1967 നോവൽ പുറത്തിറങ്ങുന്നു. 1970 ഈ പുരസ്കാരത്തിന് വേണ്ടി, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് വേണ്ടി ഇത്തരത്തിലൊരു ശില്പം രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ നോവലുമായി ഈ ശില്പത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല ചർച്ചകളും അന്നും പിന്നീടുമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓടിൽ നിർമ്മിച്ച ആദ്യകാലത്തെ ശില്പത്തിൻ്റെ അടിഭാഗം ഗോളാകൃതിയിലായിരുന്നു. 3 കിലോയിലധികം ഭാരമുണ്ടായിരുന്നു. 1990 തുടക്കത്തിലാണ് ശില്പത്തിൻ്റെ അടിഭാഗത്തെ ഗോളാകൃതി മാറ്റി മെറ്റൽ ബോക്സ് ആക്കിയത്. 1992 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരന് ഒരു കാറപകടത്തിൽ പരിക്ക് പറ്റിയിരുന്നു. അതേ തുടർന്ന് അദ്ദേഹത്തിന് ഭാരമുള്ള വസ്തുക്കൾ അധികം ഉയർത്തുന്നതിനെ ഡോക്ടർമാർ വിലക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 3 കിലോയിലധികം ഭാരമുള്ള ശില്പം വിതരണം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിൽ അകം പൊള്ളയായ തരത്തിലാക്കിയതും മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ചുമൊക്കെയായിരുന്നു പുരസ്കാരം തയ്യാറാക്കി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. കരുണാകരൻ സർക്കാർ മാറിയ ശേഷം വന്ന സർക്കാരുകൾ ശില്പം പഴയ പോലെ ഓടിൽ തന്നെ തീർക്കാൻ വീണ്ടും തീരുമാനിച്ചു. ഇങ്ങനെ പല മാറ്റങ്ങളിലൂടെയായിരുന്നു ഈ ശില്പം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ഈ പുരസ്കാരങ്ങൾ ആരുടെയൊക്കെ കൈകളിലെത്തുമെന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ വർഷം അലൻസിയർ ഈ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ ആ വിവാദ പരാമർശം, പ്രലോഭിപ്പിക്കുന്ന പെൺ പ്രതിമ എന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിന് ശില്പി കാനായി കുഞ്ഞിരാമൻ നൽകിയ ഒരു മറുപടിയുണ്ട്. വളരെ പ്രസക്തമായ ആ മറുപടി കൂടി വായിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പുരസ്കാര ശില്പങ്ങൾ പ്രതീകങ്ങളാണ്. ആൺപെൺ ഭേദം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചിന്തയുടെ പ്രശ്നമാണ്. സ്ത്രീ രൂപത്തിലുള്ള ശില്പം സമ്മാനിക്കുന്നത് സ്ത്രീത്വത്തിനുള്ള അംഗീകാരം കൂടിയാണ്. ഒരു പുരുഷനും അപമാനം തോന്നേണ്ട കാര്യവുമില്ല എന്നാണ് കാനായി കുഞ്ഞിരാമൻ ഈ ശില്പത്തെക്കുറിച്ച് പറഞ്ഞത്.